ആഴിയിൻ ആഴങ്ങളിൽ ആഴമേറിയ കടലിന്റെ ആഴങ്ങളിൽ നിന്നും ജീവിതം കരുപിടിപ്പിക്കുന്ന കടൽ മക്കളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് കൊല്ലം ജില്ലയിലെ നീണ്ടകര സ്വദേശി ജോൺ ബ്രിട്ടോ പീറ്റർ. വളരെ ചെറുപ്രായത്തിലെ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് ജോൺ ബ്രിട്ടോ പീറ്റർ. നമസ്കാരം, എൻ്റെ പേര് ജോൺ ബ്രിട്ടോ പീറ്റർ. ഞാൻ ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. എൻ്റെ അപ്പൻ മീൻപിടുത്തമാണ്, എൻ്റെ അമ്മയും അതിന് അനുയോജ്യമായ ജോലികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊച്ചിലെ മുതലേ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഭയങ്കര ഭക്തി ഉള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളും കണ്ട് പഠിച്ച് വളർന്നതാണ്. അങ്ങനെ വീട്ടിൽ വലിയ കുടുംബമായിരുന്നു, എൻ്റെ പേരിൽ വലിയ കുടുംബമായിരുന്നു. അപ്പോൾ അത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. കാരണം അവരെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അന്നത്തെ സാഹചര്യം അതാണ്. ജോലി ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുന്നത് കൊണ്ട് 7-8 പേരുള്ള കുടുംബം നടന്നു പോകണം, ഒരാൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യമൊന്നുമല്ല. എല്ലാ വീട്ടിലും അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. കാരണം എല്ലാവരും ജോലി ചെയ്തെങ്കിലേ ഒരു കുടുംബം മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അന്ന് ഇന്നത്തെ പോലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഇല്ല, മണ്ണെണ്ണ വിളക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അപ്പനും അമ്മയും ജോലിക്ക് പോയി കഴിയുമ്പോൾ ഈ മക്കൾ വീട്ടിൽ എന്താകുന്നു ഒന്നും അവർക്ക് നോക്കാനുള്ള സമയമില്ല. അപ്പോൾ അവരവരുടെ കഴിവനുസരിച്ച് ചിലർ പഠിക്കും, ചിലർ പഠിക്കാതിരിക്കും. അതായിരുന്നു അന്നത്തെ കാലഘട്ടം. എൻ്റെ സാഹചര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ, അതായത് എൻ്റെ സ്കൂൾ കാലം തൊട്ടേ ഞാൻ അപ്പൻ്റെ കൂടെ, അപ്പം കായലിൽ വീശാൻ പോകുമായിരുന്നു. അപ്പോൾ അപ്പൻ്റെ കൂടെ ഹെൽപ്പിന് പോകും. അപ്പം ആ കാലഘട്ടത്തിൽ രാത്രിയാണ് അധികവും പോകുന്നത്. രാത്രി വെളുപ്പം കാലത്ത് 2 മണിക്കും 3 മണിക്കും ഒക്കെ ഉറക്കം എണീറ്റ് പോവും. നമ്മൾ ഓർത്ത് നോക്കേണ്ട, അന്നത്തെ കാലത്ത് ആ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എങ്ങനെ നമുക്കത് സഫർ ചെയ്യാൻ പറ്റും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൻ്റെ കൂടെ പോകും. 8 മണി 9 മണി വരെയൊക്കെ കായലിൽ നിന്ന് ഞങ്ങൾ വന്നിട്ട് പിന്നെ കുളിച്ച് സ്കൂളിൽ പോയ കാലഘട്ടങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ പഠിത്തത്തിന് മുമ്പോട്ട് പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവായിരുന്നു. നിർബന്ധമായിട്ടും ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. ജോലിക്ക് പോയാൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുപോയാൽ കിട്ടുന്നതിൻ്റെ അതിൻ്റെ പകുതി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 7ാം ക്ലാസ് വെച്ച് എൻ്റെ പഠിത്തം നിർത്തി. പിന്നെ മുമ്പോട്ട് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ കുറേ നിർബന്ധിച്ച് എനിക്ക് പഠിക്കണമെന്നും പറഞ്ഞു. പക്ഷേ അന്ന് അതിന് സാഹചര്യമില്ല, വിട്ടില്ല. പിന്നെ ഒരു വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞപ്പം ഞാനതങ്ങ് ആ പഠിത്തത്തിനെ കുറിച്ചങ്ങ് വിട്ടു. പിന്നെ വീട്ടിൽ ഈ അപ്പൻ്റെ കൂടെയുള്ള ജോലിയും വള്ളത്തിൽ പോകുന്ന കാര്യമൊക്കെ ആയിട്ടങ്ങ് കൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ 13-14 വയസ്സൊക്കെ ആയപ്പോൾ തനിയെ ഞാൻ അങ്ങനെ വല വീശാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് അതാണ് മെയിനായിട്ടുള്ള മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ പിന്നിലുള്ള സഹോദരിയായാലും അരിയനൊക്കെ ഉണ്ടായിരുന്നു, അവരെ കൊണ്ടുപോകും കൂടെ. അങ്ങനെ 2 പേരും അങ്ങനെ വീശാൻ പോയി, കുടുംബം ഇങ്ങനെ പോയി. പിന്നെ 16 വയസ്സ് 17 വയസ്സൊക്കെ ആയപ്പോൾ പിന്നെ ഇവിടെ കടൽ ജീവിതം ആരംഭിച്ച്. ബോട്ട് അന്നത്തെ കാലത്തെ ബോട്ടെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ വലിയ ഇതുള്ള ബോട്ടൊന്നുമല്ല. 8 ആസ്പർ ഇഞ്ചൻ വെച്ച ബോട്ടാണ്. അതിനകത്ത് അന്ന് പോകുന്നത് രാത്രി പട്ടുവലയ്ക്കാണ്. പട്ടുവലയ്ക്ക് പോയിട്ട് വൈകിട്ട് പോയിട്ട് രാവിലെ വരും. അപ്പോൾ അന്നത്തെ ട്രോളിങ് ആയിട്ടില്ല അന്നത്തെ കാലത്തൊന്നും. അന്ന് പട്ടുവലയാണ്. ഈ 8 ആസ്പർ ഇഞ്ചൻ വെച്ച ബോട്ടിൽ, ഇവിടെ അടുത്തുള്ള ബോട്ടിൽ ഞാനും പട്ടുവലയ്ക്ക് പോകും, രാത്രി പോകും. രാത്രി എന്ന് വെച്ചാൽ അറിയാം, അവിടെ മഴയായാലും തണുപ്പായാലും വെയിലായാലും എല്ലാം നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റും. പിന്നെ എല്ലാം നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ അങ്ങ് പോകും. അന്ന് പേടിയില്ല, കാരണം ധൈര്യമാണ്. ആ പ്രായത്തിൻ്റേതായിട്ടുള്ള
ധൈര്യവും കാര്യങ്ങളും അന്നുണ്ട്. അന്ന് വെള്ളം കണ്ടാലോ കടൽ കണ്ടാലോ ഒന്നും പേടിയില്ല. കാരണം ഇപ്പോഴത് ചിന്തിക്കാൻ ഭീകരമായിട്ട് തോന്നും. അന്ന് നമ്മളാ ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഭീകരമായിട്ട് തോന്നും. പക്ഷെ അന്നത് ഭീകരമല്ല. ഇപ്പോൾ കടലിൽ തന്നെ ആയാലും ചില സമയത്ത് വല പിടിക്കുന്ന സമയത്ത് വലയൊക്കെ ഈ പങ്കയിൽ കയറി ചുറ്റും. അപ്പോൾ പങ്കയിൽ ചുറ്റുന്ന ഉടനെ അത് ആരെങ്കിലും ഇറങ്ങി കട്ട് ചെയ്യണം. ചിലർക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കടലിൽ ആഴക്കടലില്ല. അപ്പോൾ അത് ഇറങ്ങി കട്ട് ചെയ്യാനൊന്നും പെട്ടെന്ന് ആരും ഇറങ്ങത്തില്ല. അതും രാത്രി എന്ന് പറയുമ്പം കടലിൽ ഈ നമ്മൾ നോക്കുമ്പോൾ ഒരു കതിരെന്നും പറഞ്ഞൊരു സാധനമുണ്ട്. രാത്രി നമ്മൾ നോക്കുമ്പോൾ അത് കടലിൽ ഭയങ്കര വെട്ടമാണ്. നമ്മൾ കാലൊക്കെ ഇട്ടടിക്കുമ്പോൾ അത് കാണാം. മീനൊക്കെ ഓടി വരുമ്പോൾ അത് വെട്ടം കാണാം. അപ്പോൾ അത് ഇറങ്ങി കട്ട് ചെയ്ത് വിടണം. അപ്പോൾ പല സ്ഥലത്തും നമ്മളെ മുൻപന്തിയിൽ നിർത്തുന്നത്. കാരണം ആ ചെറുപ്പമായതുകൊണ്ട് അവരെ ഇറക്കും. ബോട്ടിൻ്റെ ഓണർ പറയും ഇറങ്ങ് കട്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇറങ്ങി കട്ട് ചെയ്യും. പേടിയില്ല. ഇറങ്ങി കട്ട് ചെയ്ത് തിരിച്ച് കയറിയിട്ട് വീണ്ടും ഞങ്ങൾ. അപ്പോൾ അതൊക്കെ അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഈ ട്രോളിംഗ് ബോട്ട് വന്നു തുടങ്ങി. ട്രോളിംഗ് ബോട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ട് തന്നെ. ഇന്നത്തെ പോലെ വീഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കമ്പ വെച്ച് വലിക്കുന്ന ബോട്ടുകളാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് തന്നെ വലിച്ച് കയറ്റിയും കൈകൊണ്ട് ചെയ്യണം. അപ്പം അതിന് ഈ ചെറിയ ബോട്ട് വക്കിഞ്ചൻ, മാർണ അങ്ങനെ കുറേ ബോട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെയാണ് പിന്നെ ട്രോളിംഗ് ബോട്ടിലോട്ട് കയറിയത്. ട്രോളിംഗ് ബോട്ടിൽ കയറി ട്രോളിങ്ങിൽ കുറേ നാളങ്ങനെ ബോട്ടിൽ പോയി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഈ കടലിൽ വെച്ചിട്ട് കാറ്റും മഴയും എല്ലാം വരും. കാറ്റും മഴയൊക്കെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നത്തെ നമ്മൾ കാര്യങ്ങളൊക്കെ ഓർത്തത് ദൈവം അന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ രക്ഷപ്പെട്ടതാണ്. കടലൊക്കെ വരുമ്പോൾ നമ്മൾ വലയെടുക്കുന്ന സമയത്ത് ഒരു തിര വന്ന ബോട്ടിൽ വന്ന് വീഴുമ്പോൾ ബോട്ടങ്ങ് നിറയും. ആ വെള്ളം നമ്മൾ കോരിക്കളയണം. ഇന്നത്തെ കണക്ക് പമ്പടിക്കുകയോ അല്ലെങ്കിൽ മോട്ടറോ ഒന്നുമില്ല. അത് നമ്മൾ ബക്കറ്റ് വെച്ച് കോരണം. ഒരാൾ കണ്ടിന്യൂസ് കോരിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ബോട്ട് താന്നു പോകും കോരിയില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇവിടുന്ന് കുറഞ്ഞ ബോട്ടേ പോയുള്ളൂ. അത് കടൽക്ഷോഭമൊക്കെ ഉള്ളത്. ഇന്നത്തെ കണക്ക് ഹാർബർ നിരോധനമൊന്നുമില്ല. കടലിൽ അന്ന് തോന്നുമ്പോഴൊക്കെ പോവും. ഇഷ്ടമുള്ളവർ, ധൈര്യമുള്ളവർ പോവും. അതാണ് അന്നത്തെ ഒരു ചിന്താഗതി. ധൈര്യമുള്ളവർ പോവും. ധൈര്യമുള്ളവർ പോയി തിരിച്ചു വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാത്തിനും ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒരു വിശ്വാസമായിരുന്നു. കടലിൽ പോകാൻ മുമ്പ് ഇവിടെ ഉള്ളവർക്കൊന്നും സംഭവിക്കില്ല. കാരണം നമ്മുടെ പള്ളിയിരിക്കുന്ന മധ്യസ്ഥൻ അത്രയും ശക്തി ഉള്ളൊരു സെബസ്ത്യാനോസിൻ്റെ ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാവ്, പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് മാതാവിലൊരു വിശ്വാസമാണ്. അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും മാതാവേ എന്ന് വിളിക്കും. അപ്പോൾ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ ഒരു രീതി. അങ്ങനെ ആ കാലഘട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്നിട്ട് പിന്നെ ഈ ബോട്ടിൻ്റെ വലിപ്പമൊക്കെ കൂടി വീഞ്ച് വെച്ച ബോട്ടായി. വീഞ്ച് വെച്ച ബോട്ടിലൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു അമ്മാവൻ ഒരു ബോട്ടെടുത്ത്, നമുക്ക് സ്വന്തമായിട്ട് ബോട്ടില്ല, ഇങ്ങനെ പലരെയും ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ അമ്മാവനൊരു ബോട്ടെടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ആ ബോട്ടിൽ കൂടെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അപ്പനും കൂടെ ആ ബോട്ടിൽ പോയി. ആ കൂട്ടത്തിൽ ഒരു അമ്മാവനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ട് ഒരു കുടുംബത്തുള്ള അതിൽ. അങ്ങനെ 5 പേര് ഞങ്ങൾ ബോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി 4 മണിക്ക് നമ്മൾ ഹാർബറിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ കടലിൽ പോകാനായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ഹാർബർ പുളിമുട്ട് കഴിഞ്ഞ് പുറത്തോട്ട് ചെല്ലുമ്പോൾ എതിരെ ഒരു ബോട്ട് എന്തോ റിപ്പയറായിട്ട് തിരിച്ചു വന്നു. അത് ഇടിച്ച് ഞങ്ങളുടെ ബോട്ടിന് ഇടിച്ച് ബോട്ട് 2ആയിട്ട് പൊളന്നു പോയി. ഈ ബോട്ട് ഇടിച്ച ബോട്ട് ഇന്നത്തെ വണ്ടി ആക്സിഡൻറ്റ് പോലെ നിർത്തിയതൊന്നുമില്ല. അവർ കണ്ടും പൊട്ടി ഓടിച്ചങ്ങ് പോയി. അപ്പോൾ ഈ ഹാർബറിൻ്റെ അകത്തുനിന്ന് ബോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ബോട്ട് തിരിയുന്നതുമില്ല, തിരിച്ച് ഹാർബറിൽ കയറാനും പറ്റില്ല. കാരണം ബോട്ട് പൊളന്നു പോയതുകൊണ്ട് ഒരിക്കലും നമുക്ക് ബോട്ട് തിരിഞ്ഞ് കിട്ടത്തില്ല. അതങ്ങനെ കുറച്ച് വടക്ക് പടിഞ്ഞാറോട്ട് ഓടി ബോട്ടങ്ങ് താന്ന്. അപ്പോൾ ഏതാണ്ട് മണി 4:30 4:45. അപ്പോൾ അന്നത്തെ എൻ്റെ പ്രായത്തിൽ ഞാൻ ഈ കളിപ്രായമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അപ്പൻ, എൻ്റെ മാമൻ, വേറെ 2 സഹോദരങ്ങൾ. അതിൽ 2 പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.
ഞങ്ങൾ 3 പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ബോട്ട് ഓടി താന്നപ്പോൾ ബോട്ട് ഇടിച്ച് താന്ന് അങ്ങ് വെള്ളം നല്ല പടിഞ്ഞാറോട്ട് ഒഴുകി ഉള്ളോട്ട് പോയി അങ്ങ് താന്നു. ഏതാണ്ട് നമ്മുടെ ഹാർബർ പുളിമുട്ടിൻ്റെ അടുത്തുനിന്ന് 1 കിലോമീറ്റർ ഉള്ളിൽ പോയി അങ്ങ് താന്ന് കഴിഞ്ഞപ്പം ഇതെന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ ഈ ഇറങ്ങിപ്പോകുന്ന ബോട്ടെല്ലാം ഒരുപാട് ദൂരം കൂടെ തെക്കൂടാ പോകുന്നത്, ഞങ്ങളെ കാണത്തില്ല. അത് ഇന്നത്തെ പോലെ ഇത്രയും ലൈറ്റൊന്നും ഇല്ല ബോട്ടിലൊന്നും, വളരെ ഒരു ലൈറ്റൊക്കെ കാണത്തുള്ളൂ. ബോട്ട് താന്ന് കഴിഞ്ഞപ്പം ബോട്ട് മൊത്തം താഴെ പോയി കഴിഞ്ഞ് അപ്പം അന്ന് കുറേശ്ശെ നീന്താൻ അറിയാം. പക്ഷേ എങ്കിൽ തന്നെയും മനസ്സിൻ്റെ അകത്ത് എനിക്ക് ഒരു കളി വിചാരമാണ്. പക്ഷേ ബോട്ട് താന്ന് പോയി കഴിഞ്ഞപ്പം പിന്നെ മനസ്സിലായി ഇത് സീരിയസ് ആണെന്ന്. പിന്നെ എല്ലാവരും ദൈവത്തിനെ വിളിക്കാൻ തുടങ്ങി. അപ്പനും മാമനും കൂടെ ഉണ്ടായിരുന്നവരും എല്ലാവരും ദൈവത്തിനെ വിളിക്കാൻ തുടങ്ങി. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡീസൽ ടാങ്ക് ടം എന്നും പറഞ്ഞ ഇളകി വന്ന് ഒരാൾ പോയി അത് പിടിച്ചോണ്ട് വന്ന്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോയി പിടിച്ചോണ്ട് വന്ന് 5 പേരും അതിന് പിടിച്ച് കിടന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അത്ഭുതമാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, കാരണം ഈ ഡീസൽ ടാങ്കൊക്കെ വളരെ ടൈറ്റായിട്ട് അടിച്ച് ബോക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം. അപ്പോൾ അത് ഇളകി വന്നപ്പോൾ സന്തോഷമായി. അപ്പോൾ അങ്ങനെ 5 പേരും അതിൽ പിടിച്ച് കിടന്ന് ഞങ്ങളെ അന്ന് മാതാവ് രക്ഷിച്ച് അങ്ങനെ ഒഴുകി അത് ആ ഡീസൽ ടാങ്കായിട്ട് ഞങ്ങൾ ഏതാണ്ട് പുത്തന്തറ വരെ തൂക്ക് പടിഞ്ഞാറ് പോയി. രാവിലെ 7:30 മണിയായി, 8 മണിയായി, ആരും വരുന്നില്ല. ഇതിൽ തന്നെ പിടിച്ചെടുക്കും. അപ്പോൾ എത്ര മണിക്കൂറായെന്ന് അവസാനം നോക്കിയപ്പോൾ ഈ രാത്രി പട്ടുവലയ്ക്ക് പോയ ഒരു ബോട്ടുകാർ, സത്യത്തിൽ അയാൾ ഉറങ്ങിപ്പോയതാണ്, അവിടെ വരേണ്ട കാര്യമില്ല. അയാൾ ബോട്ട് ഓടിച്ചുകൊണ്ട് വരുന്ന ആൾ ഉറങ്ങിപ്പോയതിൻ്റെ പേരിൽ നമ്മൾ അടുത്തോടെ ഇങ്ങനെ ഓടിപ്പോയി. ഞങ്ങൾ കിടന്ന് ബഹളം വെച്ച്, ഇയാൾ കേട്ടില്ല. കുറച്ച് കിഴക്കി എന്നപ്പോൾ അയാൾ തിരിഞ്ഞു എന്നെ ആ ടാങ്കിൻ്റെ മേലെ നിർത്തിയിട്ട് തുണി കാണിപ്പിച്ച്. അപ്പോൾ അന്നേരം അയാൾ കണ്ട് തിരിച്ചു വന്ന് ഞങ്ങളെ രക്ഷിച്ച് കരയിൽ കൊണ്ടുവന്ന്. അപ്പോൾ ഏതാണ്ട് സമയം 9-10 മണി. അതുവരെ ഈ ബോട്ട് താന്ന വിവരമോ ഇങ്ങനെ സംഭവിച്ച വിവരമോ ആർക്കും അറിയത്തില്ല. കര വന്ന് പറയുമ്പോഴാണ് ബോട്ട് താന്നതും ഇങ്ങനെ വെള്ളത്തിൽ കിടന്നതെന്നും എല്ലാം അറിയുന്നത്. പക്ഷേ ഞാനത് ഇന്നും ഓർക്കും. കാരണം എങ്ങനെ രക്ഷപ്പെട്ട് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ ശക്തി നമ്മളെല്ലായിടത്തും പ്രവർത്തിച്ച് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് വിട്ടുപോയി. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ കടപ്പുറത്ത്, അതായത് ഇന്നിപ്പോൾ ഹാർബറാണ്, ഹാർബറും അവിടെ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ ഹാർബറിനകത്തൊരു വലിയൊരു കുളം ഉണ്ടായിരുന്നു, പട്ടക്കായൽ എന്നാണ് വിളിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 ഏക്കർ വിസ്താരത്തിൽ ഉള്ളൊരു കുളമായിരുന്നു. അങ്ങനൊരു സ്ഥലമാണ് പഴയ റോഡിൻ്റെ പടിഞ്ഞാറ് വശം. അപ്പോൾ അവിടെ ആ കുളത്തിന് 4 ചുറ്റും കാടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടാണ് നടന്ന് ഞങ്ങൾ ഈ പുളിമുട്ടിൻ്റെ അടുത്ത് പോകുന്നത്. അന്ന് ഞങ്ങൾ വീശാൻ പോകും. ഇവിടുത്തെ ഉള്ള അമ്മമാരൊക്കെ ഓട്ടി കോരാൻ പോകും. കാരണം വെളുപ്പം കാലമാകുമ്പോൾ അമ്മമാരെല്ലാം ഓട്ടി കോരാൻ പോകും. അതൊക്കെയാണ് ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത്. ഓട്ടി കോരി കൂട്ടിയിട്ടിട്ട് രാവിലെ ആകുമ്പോൾ അത് അളന്ന് കൊടുക്കും. അങ്ങനെ അപ്പൻ്റെ കൂടെ ഞാൻ വീശാൻ പോയപ്പോൾ, സാധാരണ ഇത് വെളുപ്പാങ്കാലത്താണ് ഈ വീശാനുള്ള സമയം ആകുന്നത്. സന്ധ്യയ്ക്ക് കഴിഞ്ഞ പിന്നെ വെളുപ്പാങ്കാലത്താണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ആൾക്കാർ അവിടെ കിടന്ന് ഉറങ്ങും. ചിലർ തീ കത്തിച്ച് തീ കായും മീനൊക്കെ കിട്ടുന്ന ചുട്ട് തിന്നും. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് രാത്രി എനിക്ക് ഉറക്കം നല്ല രീതിയിൽ വന്നു. അപ്പോൾ അപ്പാപ്പൻ്റെ അമ്മമ്മയുടെ വീട് ഇവിടെ പള്ളിയുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, മോനൊരു കാര്യം ചെയ്യും, അവിടെ പോയി കിടന്ന് ഉറങ്ങുക, എന്നിട്ട് ഞാൻ രാവിലെ ഇതിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊരു 2 കിലോമീറ്റർ നടക്കണം, അത് ഈ വിജനമായ പ്രദേശത്തൂടെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ശരി, ഞാൻ പോയി കിടന്ന് ഉറങ്ങാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് നടന്ന് ഒരു 200 മീറ്റർ കഴിഞ്ഞ് ഈ കാടിൻ്റെ സൈഡിൽ കൂടെ നടന്ന് വരുമ്പോൾ എൻ്റെ പുറക്കേന്ന് വന്ന് ആരോ അടിച്ചിട്ട് എൻ്റെ പുറക്കേന്ന് വന്ന് ആരോ അടിച്ചിട്ടെന്നേ എനിക്കറിയാവുള്ളൂ. ആരടിച്ചോ എന്നൊന്നും അറിയത്തില്ല. ഞാനവിടെ ബോധം കെട്ട് വീണ് അവിടെ ഒന്നും അറിഞ്ഞില്ല, കിടന്നുറങ്ങി. അപ്പം നേരം വെളുത്ത് 5 മണി 6 മണിയൊക്കെ ആയിട്ട് അപ്പൻ എന്നെ തിരക്കായിട്ടാണ്. ഞാനൊട്ട് ഇവിടെ വന്നിട്ടുമില്ല, അവിടെ തിരിച്ച് ചെന്നതുമില്ല.
അവസാനം വഴി നോക്കുമ്പോൾ ഞാൻ അവിടെ കിടക്കുക. സംഭവം മാടനടിച്ച. അന്ന് ഈ രാത്രി മാടന്മാർ ഈ കുളത്തിൽ കുളിക്കാനായിട്ട് ഇറങ്ങും. ഇന്നിപ്പോൾ ആരും വിശ്വസിക്കത്തൊന്നുമില്ല, പക്ഷെ അന്നുള്ളതാണ്. അതൊക്കെ ഇന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. മാടനെ അടിച്ചിട്ടോണ്ട് പോയതാണ്. അപ്പോൾ അവസാനം പിന്നെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് സുഖമായി. അത് അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം നമ്മുടെ നീണ്ടകര ഉണ്ടായിരുന്നു. ആൾക്കാരുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ദൈവവിശ്വാസവും ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ ആ മാടനടിച്ചിട്ട സമയത്തൊക്കെ നമ്മൾ പോത്തില്ലേ. പക്ഷേ അത് ഒക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ബോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേണക്ക് ഒരു ദിവസം കുറേ ബോട്ട്, ഈ വലിയ ബോട്ട് തന്നെ കടലിൽ പോയി കടലിൽ ചെന്ന് വലയിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റും മഴ എന്ന് പറയുന്നത് ഇന്നത്തെ പോലൊന്നും അല്ല. പെട്ടെന്നാണ് കാറ്റും മഴയും വന്ന് ഈ വല എടുക്കാനും പറ്റുന്നില്ല. അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. വല വലിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഈ വലയെല്ലാം കൊത്തി കളഞ്ഞിട്ട് ഞങ്ങൾ ഓടാൻ തുടങ്ങി. ബോട്ട് ഓടിയിട്ട് കടൽ രൂക്ഷമായിപ്പോയി. അങ്ങനെ ഓടി ഞങ്ങൾ അവസാനം 2-3 മണിക്കൂർ ഓടിയിട്ടും ഈ കിഴക്ക് എവിടാന്ന് കിട്ടുന്നില്ല, ദിക്ക് കിട്ടുന്നില്ല. അന്ന് സൂര്യനും ലൈറ്റും ചന്ദ്രനെയൊക്കെ കണ്ടിട്ടായി ദിക്ക് നിശ്ചയിച്ച് വരുന്നത്. ഇന്നല്ലയോ GPS കാര്യങ്ങളൊക്കെ ഉണ്ട്, അന്ന് ഇതൊന്നുമില്ല. അങ്ങനെ ഓടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് വിഴിഞ്ഞം പോലെ കരയ്ക്ക് വന്നത്. അപ്പോൾ രാത്രി ആണ്ട് 8 മണിയായി. ഇവിടെ ബോട്ട് 3-4 വരാനുണ്ട്. ഇവിടെ ഭയങ്കര ബഹളവും അമ്മയൊക്കെ ഇവിടെ പാലത്തിൻ്റെ പുറത്ത് വന്ന് കിടന്ന് കരച്ചിലും ബഹളവും. കാരണം ബോട്ട് മുങ്ങിപ്പോയെന്നും പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്ന. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓടി കരയ്ക്ക് ഇറങ്ങി നോക്കിയപ്പോൾ വിഴിഞ്ഞ. പിന്നെ അവിടുന്ന് 3 മണിക്കൂർ അന്ന് ഓടണം, കാരണം ഈ കാറ്റും മഴയും ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഓടി വന്നപ്പോൾ ഡീസൽ തീർന്നപ്പോൾ പിന്നെ അവിടുന്ന് ഓടി വരാൻ രക്ഷയില്ല. അപ്പോൾ അടുത്തൊരു ബോട്ടൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവരെ ഡീസലില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, എന്നെ ഒരു ബോട്ടിൽ കയറ്റി. കാരണം ബോട്ട് താന്ന് പോയിട്ടില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ബോട്ടിൽ കയറ്റി വിട്ട് കരയ്ക്കെത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരു പരുവായി, കോഴിക്കുഞ്ഞിൻ്റെ അത്രയായി, തണുപ്പടിച്ച് ഒരു പരുവായിപ്പോയി. അങ്ങനെ എന്നെ കണ്ടപ്പോൾ പിന്നെ ഇവിടെ കരയ്ക്കുന്ന ബോട്ട് പോയി ആ ബോട്ട് കെട്ടി വലിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് 12 പിന്നെ 3 ദിവസം നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിരുന്നു. തണുത്ത് വിറച്ച് പനിയൊക്കെ ആയി. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ട്രോളിങ് ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിലെ അമ്മയ്ക്ക് എന്നെ ഈ മീൻപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. കാരണം അന്നത്തെ കഷ്ടപ്പാടതായിരുന്നു. പിന്നെ കുടുംബത്തെ പ്രാരാബ്ദം, 3 സഹോദരിമാരെ കെട്ടിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ അപ്പം ജോലി ചെയ്യുന്നതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അമ്മ അങ്ങനെ ഓരോ ഗൾഫിൽ വിടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ ഞാൻ പാസ്പോർട്ട് എടുത്ത് എന്നെ ഒരു ഏജൻറ്റ് മുഖേന ബോംബെക്ക് വിട്ടു. പക്ഷേ ഏജൻറ്റ് കള്ള ഏജൻറ്റായിരുന്നു. ബോംബെ കൊണ്ടുപോയി 6 മാസം ഇട്ട് എൻ്റെ പാസ്പോർട്ടും പൈസ എല്ലാം ഇട്ട് അയാൾ മുങ്ങി. അവിടെ ബോംബെ കിടന്ന് കുറേ കഷ്ടപ്പെട്ടു. ചെയ്യാത്ത ജോലികളില്ല. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി വരെ കിടന്നിട്ടുണ്ട് അവിടെ. കാരണം ആര് തരാനാ? അന്നത്തെ കാലത്തൊന്നും അത്ര ആളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വലിയ അനുഭവമാണ്. കാരണം അവിടെയെല്ലാം നമ്മൾ പ്രവർത്തിച്ചതാരാ? ദൈവമാണ്. കാരണം ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം എന്നെ ഒന്നും പരിചയമില്ലാത്തവരൊക്കെ അവിടെ സഹായിച്ച് ആഹാരവും അക്കോമഡേഷനും എല്ലാം തന്ന് അവിടെ കാത്ത് പരിപാലിച്ചത് ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെ. കടലിൽ പോകുന്ന സമയത്തെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. അന്നത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള വിശ്വാസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അത് കാണുന്നില്ല. കാരണം അന്ന് ബോട്ടിലെന്ന് പറഞ്ഞാൽ സത്യമുള്ള ഒരു കാര്യമാണ്. കടലിൽ പോകുമെന്ന് പറഞ്ഞാൽ വീട്ടിലും പ്രാർത്ഥിക്കും, ബോട്ടിൽ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. അത് കടലിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ ദൈവമേ എന്നുള്ളൊരു വിളി എപ്പോഴും ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ ആൾക്കാർ ബോട്ടിൽ എന്തെല്ലാം കൊണ്ടുപോകുന്നു, കഴിക്കുന്നുണ്ട്. പക്ഷേ അന്നില്ല. അന്നൊരു മനുഷ്യൻ
മദ്യപിച്ചുകൊണ്ട് ബോട്ടിലോട്ട് പോലും കയറത്തില്ല. കരയ്ക്ക് വന്നിട്ട് ആൾക്കാർ മദ്യപിക്കും, പക്ഷെ അന്നതല്ല. അന്ന് മദ്യപിച്ചുകൊണ്ടോ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരിക്കില്ല. സത്യസന്ധമായിട്ടുള്ള മീൻപിടുത്തമായിരുന്നു. പക്ഷെ അന്നതൊക്കെ നിലനിന്ന് ഇന്ന് അതിൻ്റെ ഒരു രീതി ഇന്ന് കാണുന്നുണ്ട്. കാരണം ദൈവവിശ്വാസമാണ്. അന്ന് നമ്മൾ നിർബന്ധമായിട്ടും വീട്ടിൽ കൊന്ത പഠിക്കുമെന്ന് പറഞ്ഞ സന്ധ്യാപ്രാർത്ഥന നിർബന്ധമായിട്ടും ഉണ്ട്. അത് ഇവിടെ എല്ലാ കുടുംബത്തും ഉണ്ടാകും. പ്രത്യേകിച്ച് എൻ്റെ അമ്മയെന്ന് പറയുന്നത് ഭയങ്കര സ്വരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും ഈ ബോട്ടിൽ പോകുന്നവരെല്ലാം ആ പ്രാർത്ഥന കേട്ടിട്ടാണ് പോകുന്നത്. ഒരു ദിവസം പഠിച്ചില്ലെങ്കിൽ ചോദിക്കും, എന്താ പാന ഇന്നലെ പ്രാർത്ഥിച്ചില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടം. ആ പ്രാർത്ഥന പഠിച്ചതിൻ്റെ പേരിൽ നമ്മളും അത് കണ്ടിന്യൂസ് തുടരുന്നുണ്ട്. അതൊരു ചെറിയ പാഠമല്ല, അത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന പാഠമാണ്. അത് ഇന്നിപ്പോൾ എൻ്റെ മക്കൾക്കും ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ട്. കാരണം പ്രാർത്ഥനയാണ് നമ്മുടെ മെയിൻ. കടലിൽ പോകുന്ന സമയത്ത് ഒരു ബോട്ട് ഇതേളക്ക് അങ്ങ് കടലിൽ വെച്ചിട്ട് റിപ്പയറായെന്ന് പറഞ്ഞാൽ അത് ഉൾക്കടലില്ല. റിപ്പയറായ സമയത്ത് ഇത് കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയാൻ അന്ന് ഇതേടക്കുള്ള മെസ്സേജ് സംവിധാനമൊന്നുമില്ല. ബോട്ട് കേടായ ഇവിടെ കരയ്ക്കുന്ന് വന്ന് രക്ഷിക്കണം. അത് ഇതേടക്ക് 2 ദിവസം കടലിൽ കിടക്കേണ്ടി വന്നു. കടലിലെ വെള്ളം വരെ നമ്മൾ കുടിച്ചിട്ടുണ്ട്. കാരണം വേറെ വഴിയില്ല, വേറെ വെള്ളമൊന്നുമില്ല. അന്നത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ചെറിയ പാത്രത്തിൽ ഒരു 3-4 മണിക്കൂറിലുള്ള വെള്ളമേ കൊണ്ടുപോകത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വഴിയില്ല. അങ്ങനെ നമ്മൾ രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ച്, ബോട്ടിലുള്ള 5 പേര് ഇരുന്ന് പ്രാർത്ഥിച്ച്. കാരണം ബോട്ട് എവിടെയാണെന്ന് കരയ്ക്കുള്ളവർക്ക് അറിയത്തില്ല. അന്ന് ഇതേടൊക്കെ തിരക്ക് വന്നാലും കാണാൻ പറ്റത്തില്ല. അന്ന് പിറ്റേന്ന് രാവിലെയായി എല്ലാവരും ആഹാരമൊന്നുമില്ലാതെ തളർന്നു. കാരണം ഈ കൊണ്ടുപോകുന്ന ആഹാരമാണ്. അപ്പോൾ അത് ഒരു ചെറിയ കാലത്തിലുള്ള ആഹാരമേ കാണത്തുള്ളൂ. അത് എല്ലാവരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല. അങ്ങനെ ഉച്ച കഴിഞ്ഞു, വീണ്ടും രക്ഷയില്ല. പിന്നെ ഞങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ട് അത് ചുട്ട് തിന്നാൻ തുടങ്ങി. അന്നത്തെ ദിവസം അങ്ങ് പോയി. നമ്മൾ അന്ന് രാത്രി അങ്ങനെ പോയി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഒരു ടെക് ബോട്ട് എവിടുന്നോ ഓടി വന്ന്. അപ്പോൾ ഞങ്ങൾ തുണിയൊക്കെ കാണിച്ച് അവർ വന്ന് ഭക്ഷണവും വെള്ളവും എല്ലാം തന്ന്. അത് അവർ വന്നതല്ല, യഥാർത്ഥത്തിൽ അങ്ങനൊരു സംഭവം അവിടെ ഇല്ല. അത് ദൈവം കൊണ്ടുവന്നതാണ്. കാരണം നമ്മളെ രക്ഷിക്കണ്ടേ, അപ്പോൾ അതിനു വേണ്ടി ദൈവം കൊണ്ടുവന്നതാണ്. അവർ നമ്മളെ കര കാണും വരെ അവർ കെട്ടിക്കൊണ്ടുവന്ന് വേറെ ബോട്ടുകാരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ അവിടുന്ന് നമ്മുടെ അന്നും ജീവിതം രക്ഷപ്പെട്ട്. കാരണം എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ, അല്ലാതെ നമുക്കൊന്നുമല്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാൻ കിടക്കില്ല. അപ്പോൾ അത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ അവിടുന്ന് രക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഞങ്ങളുടെ ഇടവകയെന്ന് പറയുന്നത് ദേണ്ടകര പള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്. അത് ഏറ്റവും വിശ്വാസമുള്ളൊരു പള്ളിയാണ്. കാരണം ഈ ഇടവക കാവൽക്കാരനെന്ന് പറയുന്നത് സെൻറ്റ് സെബാസ്റ്റ്യനാണ്. പുള്ളിയുടെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് ഈ കുടുംബത്തിനും ഈ ഇടവകയിലും കിട്ടുന്നുണ്ട്. അത് എപ്പോഴും ഉണ്ടായിരിക്കും. സെൻറ്റ് സെബാസ്റ്റ്യനും മാതാവും അവർ 2 പേരുമാണ് ഇവിടുത്തെ കാവൽക്കാർ. അവരെപ്പോഴും എല്ലാ സ്ഥലത്തും കാവലുണ്ടായിരിക്കും. ഞങ്ങളുടെ മധ്യസ്ഥനാണ്. ഞങ്ങളുടെ വീടിനെ കാക്കുന്നു, മക്കളെ കാക്കുന്നു, എൻ്റെ ഭാര്യയെ കാക്കുന്നു, എല്ലാവരെയും കാക്കുന്നുണ്ട്. എല്ലാവരെയും ചലനത്തിൽ അവരുടെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇടവകയെന്ന് പറയുന്ന വലിയൊരു സത്യമുള്ള കാര്യമാണ്. എല്ലാ സഹായവും കിട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ അത് വലിയൊരു പുണ്യം തന്നെയാണ്.